ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പോൾ ഇന്ന് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, പഠിച്ചെടുക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. കേരളം സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖകൾ എത്രയാണ്? കേരളത്തിന്റെ രേഖാംശ രേഖകൾ എത്രയാണ്? കേരളം സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖ 8 ഡിഗ്രി. ഇതാണ് അക്ഷാംശ രേഖ. ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ സാങ്കല്പികമായി നാം വരയ്ക്കുന്ന, തിരശ്ചീനമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ അക്ഷാംശ രേഖകൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് അക്ഷാംശ രേഖയ്ക്കും 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് അക്ഷാംശ രേഖകൾക്കും. അപ്പൊ 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റും ഈ രണ്ട് അക്ഷാംശ രേഖകൾക്കിടയിലാണ് കേരളത്തിന്റെ സ്ഥാനം. അക്ഷാംശ രേഖ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ തിരശ്ചീനമായി നാം വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. കേരളം സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖകൾ 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും ഇടയിലാണ്. അഥവാ കേരളത്തിന്റെ അക്ഷാംശ രേഖകൾ 8 ഡിഗ്രി 17 മിനിറ്റും 12 ഡിഗ്രി 47 മിനിറ്റ് രണ്ട് വടക്കൻ അക്ഷാംശ രേഖകളാണ്. തെക്കൻ അക്ഷാംശ രേഖകളല്ല, രണ്ടും വടക്കൻ അക്ഷാംശ രേഖകളാണ്. ഇനി കേരളത്തിന്റെ തെക്കേറ്റത്തെ അക്ഷാംശ രേഖ 8 ഡിഗ്രി 17 മിനിറ്റും കേരളത്തിന്റെ വടക്കേറ്റത്തെ അക്ഷാംശ രേഖ 12 ഡിഗ്രി 47 മിനിറ്റ് അക്ഷാംശ രേഖയുമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി കേരളം സ്ഥിതി ചെയ്യുന്ന രേഖാംശ രേഖകൾ നമുക്ക് അത് ഒന്ന് നോക്കാം, പരിചയിച്ചു വരാം. കേരളം സ്ഥിതി ചെയ്യുന്ന രേഖാംശ രേഖകൾ 74 ഡിഗ്രി 27 മിനിറ്റ് 40 സെക്കൻഡ് കിഴക്ക് അക്ഷാംശ രേഖ മുതൽ 77 ഡിഗ്രി 27 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്കൻ അക്ഷാംശ രേഖ വരെയാണ്. അപ്പോൾ 74 ഡിഗ്രിക്കും 77 ഡിഗ്രിക്കും ഇടയിലാണ് കേരളത്തിന്റെ രേഖാംശപരമായ സ്ഥാനം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ 74 ഡിഗ്രി ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും 74 ഡിഗ്രി, ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും 77 ഡിഗ്രി. അപ്പോൾ 74 ഡിഗ്രിക്കും 77 ഡിഗ്രി ഈ രണ്ട് രേഖാംശ രേഖകൾ, ഇതുവഴി കടന്നു പോകുന്ന രേഖാംശ രേഖ, ഇതുവഴി കടന്നു പോകുന്ന രേഖാംശ രേഖ. രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന ഗോളത്തിന് കുറുകെ ലംബമായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. എന്നാൽ ഭൂമി എന്ന ഗോളത്തിന് കുറുകെ തിരശ്ചീനമായി നാം വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ കേരളം സ്ഥിതി ചെയ്യുന്ന രണ്ട് രേഖാംശ രേഖകൾ അത് 74 ഡിഗ്രിക്കും അതുപോലെ തന്നെ 77 ഡിഗ്രിക്കും ഇടയിലാണ്. കേരളം അതുപോലെ തന്നെ ഇന്ത്യ പരിപൂർണമായും പൂർവ്വ ഗോളത്തിലായതുകൊണ്ട് ഇത് രണ്ടും പൂർവ്വ രേഖാംശ രേഖകളാണ്, അഥവാ കിഴക്കൻ രേഖാംശ രേഖകളാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് അക്ഷാംശ രേഖകൾ നമ്മൾ കണ്ടു. കേരളം സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് 8 ഡിഗ്രിക്കും അതുപോലെ തന്നെ 12 ഡിഗ്രിക്കും ഇടയിലാണ്. അപ്പോൾ കേരളം സ്ഥിതി ചെയ്യുന്നത് പരിപൂർണമായും, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പരിപൂർണമായും ഉത്തരാർദ്ധ ഗോളത്തിലായതുകൊണ്ട് ഈ രണ്ട് അക്ഷാംശ രേഖകളും വടക്കൻ അക്ഷാംശ രേഖകളാണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ തെക്കേറ്റത്തെ അക്ഷാംശ രേഖ 8 ഡിഗ്രിയും കേരളത്തിന്റെ വടക്കേറ്റത്തെ അക്ഷാംശ രേഖ 12 ഡിഗ്രിയുമാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി ചില രേഖകളിൽ 8:17 എന്നുള്ളത് 8 ഡിഗ്രി 18 മിനിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12 ഡിഗ്രി 47 മിനിറ്റ് എന്നുള്ളത് 12 ഡിഗ്രി 48 മിനിറ്റ് എന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 8:17 12:47 എന്ന് പഠിച്ചാൽ മതി. 8:17 12:47. അതുപോലെ തന്നെ രേഖാംശ രേഖകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. 74 ഡിഗ്രി 52 മിനിറ്റ് അതുപോലെ തന്നെ 77 ഡിഗ്രി 22 മിനിറ്റ് എന്നും കൂടി കാണിക്കുന്നുണ്ട്. 77 ഡിഗ്രി 22 മിനിറ്റ്. നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 74 ഡിഗ്രി 27 മിനിറ്റ് 77 ഡിഗ്രി 27 മിനിറ്റ് എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും കണ്ടു. ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ തിരശ്ചീനമായി നാം വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്? അക്ഷാംശ രേഖകൾ. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പരിപൂർണമായി ഉൾപ്പെടുന്നത്
ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഭൂമി എന്ന ഗോളത്തിന് ഉപരിതലം, അതായത് രണ്ട് ഗോളങ്ങളായി വിഭജിക്കുമ്പോൾ മുകൾ ഭാഗമാണ് ഉത്തരാർദ്ധഗോളം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വരയ്ക്കുന്ന അക്ഷാംശ രേഖകളെല്ലാം തന്നെ ഉത്തരാക്ഷാംശ രേഖകളാണ്, അഥവാ വടക്കൻ അക്ഷാംശ രേഖകളാണ്. ഇനി കേരളം സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശ രേഖകൾ 8 ഡിഗ്രി അതുപോലെ തന്നെ 8 ഡിഗ്രി 17 മിനിറ്റ് എന്ന് പറയുന്ന വടക്കൻ അക്ഷാംശ രേഖയ്ക്കും അതുപോലെ തന്നെ 12 ഡിഗ്രി 47 മിനിറ്റ് എന്ന് പറയുന്ന വടക്കൻ അക്ഷാംശ രേഖയ്ക്കും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളം സ്ഥിതി ചെയ്യുന്ന രണ്ട് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ ലംബമായി നാം വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. കേരളം സ്ഥിതി ചെയ്യുന്ന രണ്ട് രേഖാംശ രേഖകൾ അതേതൊക്കെയെന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖയ്ക്കും 77 ഡിഗ്രി പൂർവ്വ രേഖാംശ രേഖയ്ക്കും ഇടയിലാണ്. കാരണം കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത് പൂർവാർദ്ധഗോളത്തിലാണ്. പൂർവാർദ്ധഗോളം എന്ന് പറയുമ്പോൾ കിഴക്കൻ അക്ഷാംശ രേഖകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 74 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, 77 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് രണ്ടും കിഴക്കൻ രേഖാംശ രേഖകളാണ്. ഇനി കേരളത്തിന്റെ കിഴക്കേ അറ്റം എന്ന് ചോദിച്ചാൽ 77 ഡിഗ്രി എന്നും കേരളത്തിന്റെ പടിഞ്ഞാററ്റത്തെ രേഖാംശ രേഖ എന്ന് ചോദിച്ചാൽ 74 ഡിഗ്രി എന്നും പറഞ്ഞോണം. പക്ഷെ ഇത് രണ്ടും കിഴക്കൻ രേഖാംശ രേഖകളാണ്. കാരണം കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് ഉൾപ്പെടുന്നത് ഭൂമിയുടെ ഏത് ഗോളത്തിലാണ്? ഉത്തര ഗോളത്തിൽ, മീൻസ് പൂർവാർദ്ധ ഗോളത്തിലാണ്, കിഴക്കൻ ഹെമിസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് അവിടെ വരയ്ക്കുന്ന രേഖാംശ രേഖകളെ കിഴക്കൻ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കേരളത്തിന്റെ വിസ്തീർണം എത്രയെന്നുള്ളതാണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ. സ്ക്വയർ മൈൽസിൽ പറയാൻ പറഞ്ഞാൽ 15,005 സ്ക്വയർ മൈൽസ്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം വരുന്നത് എന്ന് ചോദിച്ചാൽ 1.18%. ഇനി സംസ്ഥാനങ്ങൾക്കിടയിൽ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം 21ാം സ്ഥാനമാണെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13ഉം ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ജനസാന്ദ്രത എത്രത്തോളം ആൾക്കാർ ഇടതങ്ങി പാർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3 എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. വ്യക്തമായി മനസ്സിലാക്കുക. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിന്റെ സ്ഥാനം 21. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൽ കേരളത്തിന്റെ വിസ്തീർണം ഏരിയ എന്ന് പറയുന്നത് അഥവാ 38,863 ചതുരശ്ര കിലോമീറ്റർ അഥവാ 15,005 സ്ക്വയർ മൈൽസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ഭൂവിസ്തൃതിയുടെ വെറും 1.18%. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ അറേഞ്ച് ചെയ്താൽ കേരളത്തിന്റെ സ്ഥാനം 21. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അറേഞ്ച് ചെയ്താൽ കേരളത്തിന്റെ സ്ഥാനം 13. എന്നാൽ ജനസാന്ദ്രതയുടെ കാര്യത്തിൽ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അറേഞ്ച് ചെയ്താൽ കേരളത്തിന്റെ സ്ഥാനം 3. ഇത്തരം കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ 3 ആയി വേർതിരിച്ചിരിക്കുന്നു. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ കേരളത്തിന്റെ ഈ കിഴക്ക് ഭാഗം, ഈ ഒരു ഭാഗം ആണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, ഈ ഒരു ഭാഗമാണ് തീരദേശം. അതായത് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രതലമാണ് തീരദേശം. ഈ തീരദേശത്തിനും അതുപോലെ തന്നെ കിഴക്കേ അറ്റമായ ഈ മലനിരയ്ക്കും ഇടയിലുള്ള ഭൂഭാഗമാണ് ഏത്? നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ മലനാട് കേരളത്തിന്റെ കിഴക്കേ അറ്റം, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പ്രദേശം, അതിനെയാണ് നമ്മൾ മലനാടെന്ന് വിളിക്കുന്നത്. അവിടെ നിന്നാണ് നദികൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. പെരിയാറാണെങ്കിലും ഭാരതപ്പുഴയാണെങ്കിലും പമ്പയാണെങ്കിലും ഇതെല്ലാം ഉത്ഭവിക്കുന്നത് കേരളത്തിന്റെ ഈ കിഴക്കേ അറ്റത്തുള്ള മലനിരകളിൽ നിന്നാണ്, അഥവാ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള മലനാടിൽ നിന്നും അഥവാ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദികൾ പിന്നീട് ഇടനാടിലൂടെ ഒഴുകി അവസാന തീരപ്രദേശത്തെത്തി ഈ പറയുന്നത് പോലെ എവിടെ പതിക്കുന്നു? അറബിക്കടലിലേക്ക് പതിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ അറബിക്കടലിനോട് ചേർന്ന് അഥവാ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഈ പടിഞ്ഞാറേ അറ്റത്തെ നമ്മൾ തീരപ്രദേശം എന്ന് വിളിക്കുന്നു. തീരപ്രദേശത്തിനും കിഴക്കേ അറ്റത്തുള്ള മലനാട് അഥവാ പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ചെറിയ ലാൻഡിനെ നമ്മൾ ഇടനാട് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ നമുക്ക് എത്രയായിട്ട് വേർതിരിക്കാൻ പറ്റും? 3 വേർതിരിക്കാൻ പറ്റും. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഏകദേശം 48% വരും. ഇടനാട് കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ 42% വരും. തീരപ്രദേശം 10% വരും. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന
ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 48, കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഏകദേശം 48% എന്താണ്, മലനാടാണ്. വളരെ വ്യക്തമാണ് കൂട്ടുകാരെ. കേരളത്തിന്റെ ഈ ഒരു ഭാഗം അഥവാ കേരളത്തിന്റെ കിഴക്കേ അതിര് ഈ ഒരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ മലനാട്. അഥവാ ഈ മലനാടിൽ പ്രധാനമായുമുള്ള മലനിര എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിൽ ഇവിടെ ഈ ഭാഗം കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനിരയാണ് അഗസ്ത്യാർകുടം. അത് തിരുവനന്തപുരത്താണ്, നെടുമങ്ങാട് താലൂക്കാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ അഗസ്ത്യാർകുടത്തിന്റെ പ്രത്യേകത മെൻആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഒരു ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് ഇത് അഗസ്ത്യാർകുടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലനാട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം, കേരളത്തിന്റെ കിഴക്കേ അറ്റത്തെ ഈ ഒരു ഭാഗം, അവിടെ പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകുടം. കൃത്യമായിട്ട് മനസ്സിലാക്കുക, അഗസ്ത്യാർകുടം. ഇനി ഈ പശ്ചിമഘട്ട മലനിരകളിൽ വയനാട് കൂർഗ് മേഖലകളിൽ ഈ ഒരു ഭാഗത്തായി കാണപ്പെടുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനിരകളെയാണ് നമ്മൾ ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. കൃത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതും നമ്മൾ കണ്ടുവച്ചു. ഇനി പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്, അഥവാ മലനാട്ടിൽ നിന്നാണ്, പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഓക്കെ, ഈ ഭൂപ്രകൃതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മീൻസ് കൂടുതൽ ഏരിയയും ഉൾപ്പെടുന്നത് ഈ മലനാട്ടിലാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഓക്കെ, ഇപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇടുക്കിയാണെങ്കിലും കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിലും ഒക്കെ മലനാട് വളരെ വിശാലമായ ഏരിയ ഉൾക്കൊള്ളുന്ന ചില ജില്ലകളാണ്. ഓക്കെ, 48%. ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ്. നേരത്തെ സൂചിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ ഭൂഭാഗം ഏതാണ്? മലനാടാണ്. ഇത് കേരളത്തിന്റെ കിഴക്കേ അറ്റത്തെ അതിരാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനിരകളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം അഗസ്ത്യാർമല എന്ന് നമ്മൾ വിളിക്കുന്നു. അത് മെൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ, യുനെസ്കോയുടെ മെൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്, നെടുമങ്ങാട് താലൂക്കാണ്. ഏത്? അഗസ്ത്യാർമല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് പർവ്വത മണ്ണാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. തേയില, കാപ്പി, ഏലം, തേയില, കാപ്പി, ഏലം തുടങ്ങിയവയുടെ കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു ഏരിയയാണ് പർവ്വത മണ്ണ് കാണപ്പെടുന്ന ഈ മലനാട് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി കേരളത്തിന്റെ ഭാഗമായ മലനാട് അല്ലെങ്കിൽ നമ്മുടെ മലനാട് പ്രധാനമായും പശ്ചിമഘട്ടമാണെന്ന് നമുക്കറിയാം. ഈ പശ്ചിമഘട്ട മലനിരകളിൽ അല്ലെങ്കിൽ നമ്മുടെ മലനാട്ടിൽ അല്ലെങ്കിൽ ഹിമാലയത്തിന് താഴെ തെക്ക് വശത്തായി അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിൽ അല്ലെങ്കിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ മലനാട്ടിൽ ഒക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ഏതാണെന്ന് ചോദിച്ചാൽ ആനമുടി. കൂട്ടുകാരെ, ഈ ആനമുടി ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് 3 മലകൾ ചേരുന്നിടത്താണ്. ആനമല, ഏലമല, പളനിമല. ആനമല, ഏലമല, പളനിമല എന്നീ 3 മലകൾ ചേരുന്നിടത്ത് കാണപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി അഥവാ കേരളത്തിലെ മലനാട്ടിലെ ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിന്റെ കിഴക്കേറ്റത്തൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ആനമുടിയാണ്. ഉയരം 2695 മീറ്റർ, 2695 മീറ്റർ. കൂട്ടുകാരെ, ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂട്ടുകാരെ, ഈ ആനമുടി കൊടുമുടിയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി അഥവാ നീലഗിരി അഥവാ ഊട്ടി. ആനമുടി കൊടുമുടിയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ് ഏത്? ഊട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ നീലഗിരി എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ
മലനിരകളിൽ അഥവാ കേരളത്തിലൂടെ കടന്നു പോകുന്ന മലനാട്ടിൽ അല്ലെങ്കിൽ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതെവിടെയാണ്? അത് ആനമുടിയാണ്. ഇത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ്. ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ്. ഉയരം 2695 മീറ്റർ ആണെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി ഇവിടെ തന്നെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കേരളത്തിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ട മലനിരകളിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്റർ. എന്നാൽ ചില രേഖകളിൽ പ്രത്യേകിച്ച് കേരള സർക്കാരിന്റെ രേഖകളിലൊക്കെ പശ്ചിമഘട്ട മലനിരകളിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് നമ്മൾ അഗസ്ത്യാർകൂടത്തെ വിളിക്കാറുണ്ട്. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ. 1868 മീറ്റർ. അപ്പൊ ഇത്രയും ഡേറ്റുകൾ ഒന്നും കൂടി കാണുക. പശ്ചിമഘട്ട മലനിരകളിലെ കേരളത്തിലെ മലനാട്ടിലെ ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയില് ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്തില് 2695 മീറ്റർ. ആനമല, ഏലമല, പളനിമല എന്നീ 3 മലകൾ സംഗമിക്കുന്നിടത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടി കൊടുമുടിയുടെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് നീലഗിരിയാണ്. അതൊരു സുഖവാസ കേന്ദ്രമാണ്. ഊട്ടി എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി കേരളത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിലെ മലനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമലയാണ്. 2640 മീറ്റർ. ഇത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. എന്നാൽ ചില രേഖകളിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് നമ്മൾ ഏതിനെ വിളിക്കുന്നു? അഗസ്ത്യാർകൂടത്തെ വിളിക്കുന്നു. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് അഥവാ നെടുമങ്ങാട് താലൂക്കിലാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇവിടെ കാണപ്പെടുന്ന മണ്ണ് പർവ്വത മണ്ണ്. ഇവിടെ കൃഷി ചെയ്യുന്നത് പ്രധാനമായും തേയില, കാപ്പി, അതുപോലെ തന്നെ ഏലം ഒക്കെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശരാശരി ഉയരം 900 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഇടനാട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിഴക്ക് നമ്മുടെ പർവ്വത പ്രദേശമാണ്, മലനാടാണ്. ഇങ്ങറ്റം പടിഞ്ഞാറ് തീരപ്രദേശമാണ് അഥവാ ഈ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഇടനാട്. ഇടനാടിൻ്റെ പ്രത്യേകത ഉയരം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ട്. അവിടെ നിരപ്പുള്ള പ്രദേശമല്ല. അപ്പം നിരപ്പില്ലാത്തതും കൂടിയതും കുറഞ്ഞതുമായ ഉയരം കാണപ്പെടുന്നതുമായ സ്ഥലത്തെ വിളിക്കുന്നതാണ് നിമ്നോന്നത മേഖല. നിരപ്പില്ലാത്തതും ഉയരം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തെ വിളിക്കുന്നതാണ് നിമ്നോന്നത മേഖല. കേരളത്തിൽ ഏകദേശം 300 മുതൽ 600 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു ഈ നിമ്നോന്നത മേഖല അഥവാ ഇടനാട്. ഇത് കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഏകദേശം 42%. മലനാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ളത് ഈ ഇടനാടിനാണ്, 42%. ഉയരം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന പ്രദേശം, നിരപ്പില്ലാത്ത പ്രദേശം, ഇതിനെ നമ്മൾ ഇടനാട് എന്ന് വിളിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കാം, ഇവിടെ കൂടുതലായും കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ലാറ്ററൈറ്റ് സോയിലാണ് അഥവാ ചെങ്കൽ മണ്ണാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നാളികേര കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പലതവണ ചോദിച്ചിട്ടുണ്ട്. ചെങ്കൽ മണ്ണ്. ഇടനാട്ടിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് എന്താണ്? നാളികേരമായിരിക്കും. എന്തായിരിക്കും കൃഷി ചെയ്യുന്നത് കൂടുതലായി? നാളികേരം. കാരണം അതിന് അനുയോജ്യമായ ഒരു മണ്ണ് ഇവിടെ ഉണ്ട്. എന്താണ് മണ്ണിന്റെ പേര്? ചെങ്കൽ മണ്ണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഓക്കെ, വടക്കൻ കേരളത്തില് പ്രധാനമായും കാണപ്പെടുന്ന ലാറ്ററൈറ്റ് കുന്നുകൾ പ്രധാനമായും കാണപ്പെടുന്നതാണ് ഈ ലാറ്ററൈറ്റ് കുന്നുകൾ അഥവാ ചെങ്കൽ കുന്നുകൾ. കൂട്ടുകാരെ, നമ്മളത് വെട്ടി നമുക്കത് ചെങ്കൽ കല്ലുകളാക്കി മാറ്റി, നമ്മൾ ഈ വെള്ളം സിനിമയിൽ ജയസൂര്യ കാണിക്കുന്നില്ലേ, ആ കല്ലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെങ്കൽ കൂനകൾ അഥവാ ലാറ്ററൈറ്റ് കുന്നുകൾ വടക്കൻ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി തെരഞ്ഞെടുത്തത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. നിങ്ങൾക്ക് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മതിലും വീടും ഒക്കെ കൂടുതലും കെട്ടുന്നത് ഈ ലാറ്ററൈറ്റ് ചെങ്കൽ കെട്ടാണ്. ചെങ്കൽ കല്ല് കൊണ്ടാണ് അവർ കെട്ടിയിരിക്കുന്നത്. ഇത് കുന്നുപോലെ കാണപ്പെടുന്നുണ്ട്. ഈ മണ്ണ് അട്ടിയായിട്ട്
നമുക്കത് വെട്ടിയെടുക്കാൻ പറ്റും, കല്ലുകളായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അത് വടക്കൻ കേരളത്തിൽ ഇപ്പം മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെന്നുണ്ടെങ്കിലും അത്തരത്തിൽ കാസർഗോഡാണെങ്കിലും അവിടെ കൂടുതലായിട്ട് കുന്നുകളായിട്ട് തന്നെ ലാറ്ററൈറ്റ് കുന്നുകളായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് ഇഷ്ടിക പോലെ വെട്ടിയെടുത്ത് മതിൽ ഒക്കെ പണിയുന്നുണ്ട്, വീട് പണിയുന്നുണ്ട് ഒക്കെ. അത് ജയസൂര്യയുടെ വെള്ളം എന്ന സിനിമയിൽ അത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വടക്കൻ കേരളത്തിൽ ഈ ലാറ്ററൈറ്റ് കുന്നുകൾ കാണപ്പെടുന്നുണ്ട്, ചെങ്കൽ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി തിരഞ്ഞെടുത്തത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. രണ്ടാമത്തെ സ്മാരകമായി തിരഞ്ഞെടുത്തത് വർക്കല ക്ലിഫിനെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് കൂടിയാണ് ഏത് വർക്കല ക്ലിഫ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചെന്താണ്, ഉയരം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു പ്രദേശം, നിരപ്പില്ലാത്തൊരു പ്രദേശം, ശരാശരി ഉയരം 300 മുതൽ 600 മീറ്റർ വരെ, അങ്ങനെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അതിര് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറേ അറ്റത്തെ അതിര് തീരപ്രദേശമാണ്, സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. കിഴക്കേ അറ്റത്തെ അതിരെന്ന് പറയുന്നത് നമ്മുടെ മലനാടാണ്, പശ്ചിമഘട്ടമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിനും തീരപ്രദേശത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു നിമ്നോന്നത മേഖല, ഉയരം കൂടിയും കുറഞ്ഞ നിരപ്പ് ഇല്ലാത്തതുമായ ഒരു പ്രദേശം. ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്, ലാറ്ററൈറ്റ് സോയിലാണ്. ഇത് നാളികേര കൃഷിക്ക് അനുയോജ്യമാണ്. വടക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ ഈ മണ്ണ് കൂനകളായി കാണപ്പെടുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പറയുന്ന നമ്മുടെ ഈ ലാറ്ററൈറ്റ് കുന്നുകൾ, പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് കൂടിയാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കേരളത്തിൽ ഇടനാട് മേഖലയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഏറ്റവും പലതവണ ചോദിച്ചിട്ടുണ്ട് PSC, നാളികേര കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചെങ്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ്, ഇടനാടിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ്. നാളികേരം, നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണ് ചെങ്കൽ മണ്ണ്. വലിയ ഫലപുഷ്ടിയുള്ള മണ്ണൊന്നുമല്ല നമ്മുടെ എക്കൽ മണ്ണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നിരുന്നാലും കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്നു, കേരളത്തിൽ ഇടനാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നു ഈ പറയുന്ന ചെങ്കൽ മണ്ണ്. ഈ ചെങ്കൽ മണ്ണ് നാളികേര കൃഷിക്ക് അനുയോജ്യമാണ്. പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നീ കൃഷികൾക്ക് അനുയോജ്യമായ മണ്ണ് ഈ പറഞ്ഞതുപോലെ ഏത് മണ്ണാണ്? നമ്മുടെ ചെങ്കൽ മണ്ണാണ്. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു തീരപ്രദേശത്തേക്ക് പോകുന്നു. കൂട്ടുകാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ഇതാണ് തീരപ്രദേശം. ഓക്കെ, കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഏകദേശം 10% എന്ത് പറയുന്നത് ഈ തീരപ്രദേശമായിട്ട് കാണുന്നത്. മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, കേരളത്തിൻ്റെ പടിഞ്ഞാററ്റത്തെ അതിര് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ജൂന്നും പറഞ്ഞുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്, തീരപ്രദേശത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ അവർ ഈ പറഞ്ഞതുപോലെ വളരെ വിശാലമായ ഡെൽറ്റകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. വളരെ കാരണം ഈ പറഞ്ഞ പോലെ മാന്യമായ ഒരു സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, തീരപ്രദേശത്തെത്തി അറബിക്കടലിലേക്ക് പതിക്കുന്നു. അല്ലാതെ സ്ലോപ്പ് തീരെ കുറഞ്ഞ് അവസാനം നദികൾ വ്യാപിച്ച് വെള്ളം ഒഴുകാൻ വളരെ പ്രയാസപ്പെട്ട് വളരെ വലിയ ഡെൽറ്റകളൊന്നും തന്നെ നമ്മുടെ തീരപ്രദേശത്ത് ഫോം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് തീരപ്രദേശം? ഇറ്റ് ഈസ് ജസ്റ്റ് 10%. തീരസമതലം ഏറ്റവും കൂടുതൽ വീതികൾ കാണപ്പെടുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് ഏത്? കുട്ടനാട് എന്ന് പറയുന്നത്. ഇവിടെ തീരപ്രദേശത്ത് ഇവിടെ കാണപ്പെടുന്ന മണ്ണ്, കാരണം ഈ നദികളുടെ നിക്ഷേപ ഫലമായി ഈ തീരപ്രദേശത്ത് നമ്മുടെ ഏറ്റവും ഫലപുഷ്ടിയുള്ള ഒരു മണ്ണ് നിങ്ങൾക്കറിയാം. ഏത് മണ്ണാണ് ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണ്? അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം ഈ തീരപ്രദേശത്തുണ്ട്. എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം കേരളത്തിൽ കുറവാണ്.
അതുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന തീരപ്രദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ഫലപുഷ്ടിയുണ്ട്. ഇവിടെ നെല്ല്, തേങ്ങ, നെല്ല്, നാളികേരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ മലനാട്ടിൽ കൂടുതലായി പർവ്വത മണ്ണ്, ഇടനാട്ടിൽ കൂടുതലായി ചെങ്കൽ മണ്ണ്, കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കൂടുതലായി എക്കൽ മണ്ണ്. കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കൂടുതൽ എക്കൽ മണ്ണാണ്. ക്ലിയർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ചെങ്കൽ മണ്ണാണ്. കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് കേരളത്തിലെ എക്കൽ മണ്ണ്. ഓക്കെ. കേരളത്തിൽ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 590 കിലോമീറ്റർ കേരളത്തിന് കടൽ തീര ദൈർഘ്യമുണ്ടെന്നാണ്. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് 590 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഒഫീഷ്യലി കണക്കെന്ന് പറയുന്നത് 580 കിലോമീറ്റർ എന്നാണ് സർക്കാരിന്റെ പല സൈറ്റുകളിലും കിടക്കുന്നത്. ഇനി കേരളത്തിന്റെ വടക്ക് തെക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. പ്രത്യേകം ഓർക്കുക. പിന്നെ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21, അത് നമ്മൾ നേരത്തെ കണ്ടു. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13, അത് നമ്മൾ നേരത്തെ കണ്ടു. ജനസാന്ദ്രതയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 3, അത് നമ്മൾ നേരത്തെ കണ്ടു. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. കേരളത്തിൽ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. ഇനി അടുത്തത് നമ്മൾ നേരെ പോകുന്നത് മലകളിലേക്കും അതുപോലെ തന്നെ ചുരങ്ങളിലേക്കുമാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം 9 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി ഉണ്ട് അല്ലേ? സമുദ്ര അതിർത്തി ഇല്ലാത്ത ജില്ലകൾ അത് ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ 5 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി ഇല്ല. 5 ജില്ലകൾക്ക് സമുദ്ര അതിർത്തി ഇല്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തി ഉള്ള ജില്ല, ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തി ശരിക്കും കണ്ണൂരിനോടൊപ്പം തന്നെ ഏതുകൊണ്ട് ആലപ്പുഴയുണ്ട്. എന്നിരുന്നാലും ഒഫീഷ്യലി പറയുന്നത് ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തി ഉള്ള ജില്ല എന്ന് നമ്മൾ കണ്ണൂരിനെയാണ്. ഏറ്റവും കുറവ് സമുദ്ര അതിർത്തി ഉള്ള ജില്ല അത് കൊല്ലമാണ് എന്നുകൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സമുദ്ര അതിർത്തി ഉള്ളത് ആലപ്പുഴയ്ക്കാണ്. ഓക്കെ. ഏറ്റവും കുറവ് സമുദ്ര അതിർത്തി ഉള്ളത് കൊല്ലമാണ്. സമുദ്ര അതിർത്തി ഇല്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. തൃശ്ശൂർ ജില്ലയ്ക്ക് സമുദ്ര അതിർത്തി ഉണ്ട്, പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷന് എന്തില്ല? സമുദ്ര അതിർത്തി ഇല്ല. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷന് സമുദ്ര അതിർത്തി ഇല്ല. സമുദ്ര അതിർത്തി ഇല്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ആണ് ഏത്? മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂര്. നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂര്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ താലൂക്ക് അത് ചേർത്തല താലൂക്ക്. താലൂക്ക്, ചേർത്തല താലൂക്ക്, ആലപ്പുഴ ജില്ല. അപ്പോൾ സമുദ്രതിർത്തി ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂര്, അത് കഴിഞ്ഞാൽ ആലപ്പുഴ, ഏറ്റവും കുറവുള്ളത് കൊല്ലത്ത്. സമുദ്രതിർത്തി ഉള്ള ജില്ലകളിൽ ഏറ്റവും കുറവുള്ളത് കൊല്ലത്ത്. സമുദ്രതിർത്തി ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. സമുദ്ര അതിർത്തി ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചേർത്തല താലൂക്കും ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരുമാണ്. ഇത്രയും സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ കോവളമുണ്ട്, ശംഖുമുഖമുണ്ട്, വർക്കല ബീച്ചുണ്ട്. തിരുവനന്തപുരത്ത് ഏതൊക്കെ ബീച്ചുകളുണ്ട്? കോവളം, ശംഖുമുഖം, വർക്കല. ഇനി കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ പരവൂർ ബീച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊല്ലത്ത് തങ്കശ്ശേരി ബീച്ചുണ്ട് അല്ലേ. ഇനി നമുക്ക് ആലപ്പുഴ ബീച്ച് ആലപ്പുഴയിലുണ്ട് അല്ലേ. പുറക്കാട് ബീച്ച് ആലപ്പുഴയിലുണ്ട്. അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോയാൽ മുനമ്പം ബീച്ചുണ്ട്. മുനമ്പം ബീച്ച്. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കോഴിക്കോട് കാപ്പാട്, അതുപോലെ തന്നെ ബേപ്പൂര്. കോഴിക്കോട് കാപ്പാട്, ബേപ്പൂര്. കോഴിക്കോട് കാപ്പാട്, ബേപ്പൂര്, മാറാട്, ഇതെല്ലാം കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. ഇനി വടക്ക് ദൂരെ നമ്മൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ ധർമ്മടം ബീച്ച്, മുഴപ്പിലങ്ങാട് ബീച്ച്, ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച്, പയ്യാമ്പലം ബീച്ച്, ഇതെല്ലാം കണ്ണൂരിലെ ബീച്ചുകളാണ്. ഇനി കാസർഗോഡ് പോയാൽ ബേക്കൽ ബീച്ചുണ്ട്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കോഴിക്കോട് ഏതൊക്കെയാണ് കൂട്ടുകാരെ? കോഴിക്കോട്, മാറാട്, അതുപോലെ തന്നെ ബേപ്പൂര് ബീച്ചുകൾ, ഇതെല്ലാം കോഴിക്കോട്. അപ്പോൾ പ്രധാനപ്പെട്ട ബീച്ചുകളെ നമ്മളൊന്ന് കണ്ടുവന്നു. അപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ തീരപ്രദേശത്തെ കണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ 10%. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മലനാട്, ഇടനാട് കഴിഞ്ഞാൽ പിന്നെ തീരപ്രദേശമാണ്.
അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഇവിടെ തീരപ്രദേശത്തിന് ഏറ്റവും കൂടുതൽ വീതി കാണപ്പെടുന്നത് മധ്യഭാഗത്താണ്, കേരളത്തിൻ്റെ മധ്യഭാഗത്താണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രത്തിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതെവിടെയാണ്? ഇവിടെ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. നദികൾ കൊണ്ടുവരുന്ന എക്കൽ മട്ട് അടിഞ്ഞുണ്ടായ എക്കൽ മണ്ണ് നിക്ഷേപം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫലപുഷ്ടമായ മണ്ണുണ്ട്. അതിനാൽ തന്നെ നെല്ലൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും. തെങ്ങ്, നാളികേരം ഇവിടെ വൃത്തിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ എന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കിൽ 590 കിലോമീറ്റർ എന്നും പറയുന്നു. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 കടൽ തീരമുള്ളത് 9 ജില്ലകൾ. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ, അത് കഴിഞ്ഞാൽ ആലപ്പുഴ. ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയാണ്, പ്രത്യേകം ഓർക്കുക. ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള അഥവാ ഏറ്റവും നീളത്തിൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്കും. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബീച്ച് അത് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ബീച്ചുമാണ്. ഇനി കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ അത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുണ്ടായിരുന്നത് നമ്മുടെ തീരപ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ വർക്കല ബീച്ചുണ്ട്, നമ്മുടെ വർക്കലിൽ പാപനാശ ബീച്ചുണ്ട്, നമ്മുടെ കോവളം ബീച്ചുണ്ട്, ശംഖുമുഖം ബീച്ചുണ്ട്. കൊല്ലമാണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരി ബീച്ചുണ്ട്, അതുപോലെ തന്നെ പരവൂർ ബീച്ചുണ്ട്. ഇനി ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ പുറക്കാട് ബീച്ചുണ്ട്. ഇനി അത് എറണാകുളത്താണെങ്കിൽ മുനമ്പം ബീച്ചുണ്ട്. ഇനി കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാറാടുണ്ട്, കാപ്പാടുണ്ട്, ബേപ്പൂര് ബീച്ചുണ്ട്. അതിനി വടക്കോട്ട് കണ്ണൂർ പോയി കഴിഞ്ഞാൽ ധർമ്മടം, പയ്യാമ്പലം, മുഴപ്പിലങ്ങാട് ബീച്ചുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ്. ഇനി കാസർഗോഡ് പോയി കഴിഞ്ഞാൽ ബേക്കൽ ബീച്ചുണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. ഇനി കേരളത്തിൻ്റെ തീരപ്രദേശത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോ ആക്റ്റീവ് ഒരു സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾ ഇൽമനൈറ്റും മോണോസൈറ്റും. ഇൽമനൈറ്റും മോണോസൈറ്റും. ഇൽമനൈറ്റും മോണോസൈറ്റും. നിലവാരമുള്ള ക്വസ്റ്റ്യൻ. ഇൽമനൈറ്റും മോണോസൈറ്റും കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള 2 പദാർത്ഥങ്ങളാണ്. അത് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി ചാകരയിലേക്ക് പോവാം, അതും കൂടെ ഉണ്ട്. കൂടാതെ മൺസൂണിൻ്റെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏത് മാസമാണ്? ജൂൺ മാസമാണ്. ഒന്നെങ്കിൽ മൺസൂണിൻ്റെ ആരംഭം അല്ലെങ്കിൽ മൺസൂണിൻ്റെ അവസാനത്തിൽ ഈ കേരളത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ചാകര. അതായത് മീൻ കൂട്ടത്തോടെ വരുന്നതാണ് നമ്മൾ ഈ ചാകര എന്ന് വിളിക്കുന്നത്. അറബിക്കടലിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പ്രത്യേകിച്ച് പുറക്കാട് ബീച്ചിലൊക്കെയാണ് ഈ ചാകരയുടെ പ്രതിഭാസം കാണപ്പെടുന്നത്. എന്താണ് ചാകര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൺസൂണിൻ്റെ തുടക്കത്തിലോ ആരംഭത്തിലോ ഈ സമുദ്രത്തിൽ രൂപപ്പെടുന്ന ചെളി, ഈ ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവിടെയുള്ള പോഷക സമൃദ്ധമായ മേഖലയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ടത്തോടെ അയലയും മത്തിയും അതുപോലെ തന്നെ ചാളയുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടത്തോടെ വരികയും അങ്ങനെ കൂട്ടത്തോടെ അവരെ ഒരുമിച്ച് മീൻ പിടിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ചാകര എന്ന് വിളിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതിന് പേരുകെട്ടൊരു ബീച്ചാണ് പുറക്കാട് ബീച്ച്. പുറക്കാട് ബീച്ച്, ആലപ്പുഴയിലെ പുറക്കാട് ബീച്ച് ചാകരയ്ക്ക് പേരുകെട്ടതാണ്. അപ്പോൾ നമ്മുടെ എന്താണ് അതിൻ്റെ പ്രത്യേകത? അറബിക്കടലിൽ നമ്മുടെ കാലവർഷത്തിന് മുൻപായിട്ടോ അതിന് ശേഷമോ രൂപം കൊള്ളുന്ന ചെളികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോഷക സമൃദ്ധമായ കാര്യങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി അയല, മത്തി, അതുപോലെ തന്നെ ചെമ്മീൻ എന്നിവ കൂട്ടത്തോടെ വരികയും എന്നിവയെ കൂട്ടത്തോടെ വരുമ്പോൾ ഒരുമിച്ചവർക്ക് എന്ത് ചെയ്യാൻ വല്ല എഫേർട്ട് ഇല്ലാതെ പിടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ എന്തെന്ന് വിളിക്കുന്നത്? ചാകര എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാകര. ഓക്കെ, ചാകരയ്ക്ക് പേര് കേട്ട കടപ്പുറം ഏതാണ്? പുറക്കാട് കടപ്പുറമാണ്. അതും നമ്മൾ എന്ത് ചെയ്തു? കണ്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കേരളം അതിർത്തി പങ്കുവയ്ക്കുന്നത് തമിഴ്നാടുമായിട്ടാണ് കേരളത്തിന് എന്തുള്ളത്? ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ളത്. ഓക്കെ, തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളം അതിർത്തി പങ്കുവയ്ക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? കർണാടക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏകദേശം വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ്
എന്നീ ജില്ലകൾക്ക് മാത്രമാണ് കർണാടകവുമായി അതിർത്തിയുള്ളത്. ബാക്കി ഇവിടെ അതിർത്തി ജില്ലകളെല്ലാം തന്നെ അതിർത്തി പങ്കുവയ്ക്കുന്നത് തമിഴ്നാടുമായിട്ടാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണ് കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തിയുള്ളത്? വയനാട് ജില്ലയ്ക്കാണ്. വയനാട് ജില്ലയിലെ ഏത് താലൂക്കിനാണ് അതിർത്തിയുള്ളത്? സുൽത്താൻ ബത്തേരി താലൂക്കിനാണ്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ ഏത് ഗ്രാമത്തിനാണ് കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തിയുള്ളത്? മുത്തങ്ങ എന്ന ഗ്രാമത്തിനാണ്. മുത്തങ്ങ എന്ന ഗ്രാമത്തിൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പോൾ വയനാട് ജില്ല, അവിടെ സുൽത്താൻ ബത്തേരി താലൂക്ക്, സുൽത്താൻ ബത്തേരി താലൂക്കിലെ മുത്തങ്ങ എന്ന ഗ്രാമം, ആ ഗ്രാമത്തിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് ഈ പറയുന്ന കർണാടകവും തമിഴ്നാടുമായിട്ടും എന്തുണ്ട്? അതിർത്തിയുണ്ട്. ഓക്കെ, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ മുത്തങ്ങ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് അഥവാ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിനാണ് ഇത്തരത്തിൽ കർണാടകവും തമിഴ്നാടുമായിട്ടും എന്തുള്ളത്? അതിർത്തിയുള്ളത്. അതും കൂടി പ്രത്യേകം നിങ്ങളൊന്ന് നോട്ടിഫൈ ചെയ്യുക. ഇനി കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി കേരളത്തിൻ്റെ പടിഞ്ഞാററ്റത്തെ അതിർത്തി എന്ന് പറയുന്നത് അറബിക്കടലാണ്. കിഴക്കേ അറ്റത്തെ അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ തെക്ക് ഭാഗത്ത് തമിഴ്നാടും മധ്യഭാഗത്തും തമിഴ്നാടും വടക്ക് ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ കർണാടകവുമായിട്ടാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആധികാരികമായി നമ്മൾ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയെക്കുറിച്ച് ഭൂപ്രകൃതിയെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓക്കെ, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിലെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം നമ്മൾ നേരത്തെ കണ്ടു. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഇതിൽ കോട്ടയം ജില്ലയുടെ പ്രത്യേകത സമുദ്രാതിർത്തിയും ഇല്ല, മറ്റു സംസ്ഥാനങ്ങളുമായും അതിർത്തിയുമില്ല. അപ്പോൾ കേരളത്തിലെ മറ്റു ജില്ലകളുമായി അതിർത്തി ഉണ്ട് എന്നല്ലാതെ സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തി ഇല്ലാത്തതുമായ ഏക ജില്ലയാണ് കേരളത്തിലെ കോട്ടയം ജില്ല. സമുദ്രാതിർത്തി ഉണ്ടോ കോട്ടയത്തിന്? ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി ഉണ്ടോ? അതുമില്ല. ജില്ലകളുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. ആർക്ക്? കോട്ടയത്തിന്. ഇനി തമിഴ്നാടുമായി അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകൾ മാത്രമാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ താലൂക്ക് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന താലൂക്കാണ്. ഗ്രാമം മുത്തങ്ങ എന്ന് പറയുന്ന ഗ്രാമമാണ്. വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ഇത്തരത്തിൽ കർണാടകവും തമിഴ്നാടുമായി അതിർത്തി വരാൻ കാരണം നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് മുത്തങ്ങ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ല, അതായത് സമുദ്രാതിർത്തിയുമില്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല, അതേതാണ്? കോട്ടയമാണ്. പറഞ്ഞു വെച്ചു. കേരളത്തിൽ അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. മലനാട്ടിൽ കൃഷി ചെയ്യുന്നത് തേയില, കാപ്പി, ഏലമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട മലകളിലേക്ക് നമ്മൾ പോകുന്നു. അഗസ്ത്യാർ കുടം അതെവിടെയാണ് കൂട്ടുകാരെ? തിരുവനന്തപുരത്ത് ആണ്. യുനെസ്കോയുടെ മെന്നാൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് അഗസ്ത്യാർകൂടം. റോസ്മല കൊല്ലമാണ്. ശബരിമല അത് പത്തനംതിട്ടയാണ്. ആനമുടി ഇടുക്കി, മീശപ്പുലിമല ഇടുക്കി, ശിവഗിരിമല ഇടുക്കി. ശിവഗിരിമല, മീശപ്പുലിമല, ആനമുടി ഇത് മൂന്നും ഇടുക്കിയിലാണ്. ബാണാസുര അത് വയനാട്ടിലാണ് കൂട്ടുകാരെ. ചെമ്പ്ര കൊടുമുടി വയനാട്ടിലാണ്. അരിമ്പ്ര കുന്നുകൾ പക്ഷേ മലപ്പുറത്താണ്. ചെമ്പ്ര വയനാട്ടിലും അരിമ്പ്ര മലപ്പുറത്തുമാണ്. പൈതൽമല, പുരളിമല, ഏഴിമല ഇവിടെയാണ് ഏഴിമല നാവിക കേന്ദ്രം ഉള്ളത്. അത് കണ്ണൂരാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പൈതൽമല, പുരളിമല, ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. റാണിപുരം കാസർഗോഡാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മലകൾ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം, പത്തനംതിട്ടയിൽ ശബരിമല, ഇടുക്കിയിൽ ആനമുടി, മീശപ്പുലിമല, ശിവഗിരിമല, വയനാട്ടിൽ ബാണാസുര. ഓർക്കുക, വയനാട്ടിൽ മറ്റൊന്നുകൂടിയുണ്ട്, ചെമ്പ്ര. എന്നാൽ അരിമ്പ്ര എവിടെയാണ്? മലപ്പുറത്ത്. കണ്ണൂരാണെന്നുണ്ടെങ്കിൽ പൈതൽമല, പുരളിമല, ഏഴിമല. കാസർഗോഡാണെന്നുണ്ടെങ്കിൽ റാണിപുരം. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ചുരങ്ങളെ കുറിച്ചാണ്. ഓക്കെ കൂട്ടുകാരെ, കേരളത്തിൽ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ ചുരങ്ങളുടെ എണ്ണം 16 ചുരമുണ്ട്. വലുതും ചെറുതുമായി 16 ചുരങ്ങളുണ്ട്. ചുരം എന്ന് പറഞ്ഞാൽ മല ഇടുക്കിനെയാണ് നമ്മൾ ചുരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു മലയ്ക്ക് കുറുകെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതിനും പോകുന്നതിനുമൊക്കെ മലയ്ക്ക് കുറുകെ താരതമ്യേന ഉയരം കുറഞ്ഞ ഭാഗത്തെ മല ഇടുക്കിനെ
ഉയരം കുറഞ്ഞ ഭാഗത്തെയാണ് നാം എന്തെന്ന് വിളിക്കുന്നത്? ചുരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം കൂട്ടുകാരെ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, രണ്ടിൻ്റെ ഉത്തരം പാലക്കാട് ചുരമാണ്. നിങ്ങൾക്കറിയാം, കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാടൻ ചുരം. അപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ്. ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഇത് പാലക്കാടൻ ചുരം. വളരെ വ്യക്തമായി മനസ്സിലാക്കുക കൂട്ടുകാരെ. പാലക്കാടൻ ചുരത്തിന്റെ മറ്റൊരു പ്രത്യേകത, പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞതും അപ്പൊ എളുപ്പമാണ്, യാത്ര എളുപ്പമാവും. ഉയരം കുറഞ്ഞതും എന്നാൽ വീതി കൂടിയതുമായ പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ 35 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വീതി കൂടിയതുമായ പ്രദേശമാണ് ഏത്? ഈ പറയുന്ന നമ്മുടെ പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഓർക്കുക. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം, നീലഗിരി കുന്നിനും ആലമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാടൻ ചുരം, പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞതും എന്നാൽ വീതി കൂടിയതുമായ പ്രദേശം പാലക്കാടൻ ചുരം. പാലക്കാടൻ ചുരത്തിലൂടെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഉഷ്ണക്കാറ്റ് കേരളത്തിലേക്ക് വരുന്നത്. അതേ പാലക്കാടൻ ചുരത്തിലൂടെ തന്നെയാണ് കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂണിൽ ആരംഭിച്ച് കേരളത്തിൽ മഴകളൊക്കെ കൊണ്ടുവരുന്ന കാലവർഷം എന്ന് നമ്മൾ വിളിക്കുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ആ മൺസൂൺ കാറ്റുകളെ അഥവാ ആ മഴമേഘങ്ങളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഈ പാലക്കാടൻ ചുരം തന്നെയാണ്. അപ്പോൾ പാലക്കാടൻ ചുരത്തിന്റെ പ്രത്യേകത, ഉഷ്ണക്കാറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. കേരളത്തിൽ നിന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ അതിന് കാരണമായ മൺസൂൺ മഴമേഘങ്ങളെ തമിഴ്നാട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. ഇനി ഇതുവഴി ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഓർക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും അതുവഴി കടന്നു പോകുന്ന ഹൈവേയുമാണ്. പാലക്കാടൻ ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. അതുവഴി കടന്നു പോകുന്ന ഹൈവേയുടെ പേര് NH 544. അങ്ങനെ തന്നെ പഠിക്കുക. പാലക്കാട് ചുരം വഴി പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് NH 544 നിങ്ങൾ പോകുന്നത് നിങ്ങൾ കുതിരാൻ തുരങ്കം വഴിയായിരിക്കും അല്ലേ? കുതിരാൻ തുരങ്കം, തൃശ്ശൂര് കുതിരാൻ തുരങ്കത്തിലൂടെ ആയിരിക്കും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കുതിരാൻ തുരങ്കം തൃശ്ശൂർ ജില്ലയിലാണ്. കുതിരാൻ തുരങ്കം കാരണം NH 544 ആരംഭിക്കുന്ന എടപ്പള്ളിയിൽ നിന്നാണ്. കൊച്ചി എടപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചാണ് എറണാകുളം, തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞ് പാലക്കാട് ചുരം വഴി നേരെ ഇങ്ങോട്ടേക്ക് കോയമ്പത്തൂരേക്ക് പോകുന്നത്. അപ്പോൾ NH 544 കുതിരാൻ തുരങ്കം വഴി നേരെ ഇടപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂരെത്തി, തൃശ്ശൂരിൽ കുതിരാൻ തുരങ്കം കഴിഞ്ഞ് നേരെ പാലക്കാടെത്തി, പാലക്കാടിൽ നിന്നും പാലക്കാട് ചുരം ഇറങ്ങി നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? കോയമ്പത്തൂരേക്ക് പോകുന്നു. അപ്പോൾ പാലക്കാട് ചുരം വഴി പാലക്കാടിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് NH 544 ഒരു യാത്ര വളരെ നല്ലതാണ്. ഓക്കെ, അടുത്ത താമരശ്ശേരി ചുരമാണ് കൂട്ടുകാരെ. പപ്പുവിന്റെ താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. NH 766 അടുത്തത് ആര്യങ്കാവ് ചുരം പുനലൂര് ചെങ്കോട്ട NH 744 സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. പാലക്കാട് ചുരം വഴി പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. അതുവഴി പോകുന്ന ഹൈവേയുടെ പേര് NH 544. താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. അതുവഴി പോകുന്ന ഹൈവേ NH 766. ആര്യങ്കാവ് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. അതുവഴി പോകുന്ന ഹൈവേയുടെ പേര് NH 744. തീർന്നിട്ടില്ല കൂട്ടുകാരെ. ഇടുക്കി, മധുരൈ, ബോധിനായ്ക്കന്നൂര് NH 85.
ബോഡിനായ്ക്കന്നൂർ ചുരം, ബോഡിനായ്ക്കന്നൂർ ചുരം, ബോഡിനായ്ക്കന്നൂർ നമുക്ക് എങ്ങനെ മറയ്ക്കാൻ പറ്റും? ബോഡിനായ്ക്കന്നൂർ ചുരം. ഇടുക്കി മധുരൈ, ഇടുക്കി മധുരൈ, ഇടുക്കി മധുരൈ, ബോഡിനായ്ക്കന്നൂർ. NH85, NH85 അല്ലെ, കൊച്ചി മധുരൈ ഹൈവേ എന്നും അറിയപ്പെടുന്നു. NH85 ബോഡിനായ്ക്കന്നൂർ ചുരം വഴിയാണ് നേരെ എങ്ങോട്ടേക്ക് പോകുന്നത്? മധുരയിലേക്ക് പോകുന്നത്. ഇടുക്കി മധുരൈ ബോഡിനായ്ക്കന്നൂർ NH85 4 ഹൈവേകൾ ഓർക്കുക കൂട്ടുകാരെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു, NH544 വഴി പോകുന്നു. താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു, NH766 പോകുന്നു. ആര്യങ്കാവ് ചുരം പുല്ലനൂര് ചെങ്കോട്ടയെ ബന്ധിപ്പിക്കുന്നു, NH744 പോകുന്നു. കൂട്ടുകാരെ, ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ ഇടുക്കി മധുരൈ ബന്ധിപ്പിക്കുന്നു, NH85 പോകുന്നു. ഇടുക്കി മധുരൈ ബോഡിനായ്ക്കന്നൂർ NH85, പുനലൂര് ചെങ്കോട്ട ആര്യങ്കാവ് ചുരം വഴി NH744, കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം വഴി NH766, പിന്നെ പാലക്കാട് കോയമ്പത്തൂർ പാലക്കാട് ചുരം വഴി NH544. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നും എങ്ങോട്ടേക്ക് പോകണം? കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകണം. നിങ്ങൾ പോകേണ്ടത് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ പോകേണ്ടത് പാൽച്ചുരം കയറിയാണ്. പാൽച്ചുരം കയറി കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. ഓക്കെ, പാൽച്ചുരത്തിലൂടെ നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകാൻ പറ്റും. പെരിയ ചുരം വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും നിങ്ങൾക്ക് മൈസൂരിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോകേണ്ട ചുരം പെരിയ ചുരമാണ്. ഇനി പേരമ്പാടി ചുരം ദാ കിടപ്പുണ്ട്, കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. ഈ പേരമ്പാടി ചുരത്തിനടുത്താണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, അഥവാ ഈ ചുരം ഈ പറഞ്ഞതുപോലെ ഇതിനടുത്തൂടെയാണ് പോകുന്നത്. ബന്ദിപ്പൂർ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ബന്ദിപ്പൂരിനടുത്തൂടെ നിങ്ങൾക്ക് കൂർഗിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഏത് ചുരം ഉപയോഗിച്ചാൽ മതി? പേരമ്പാടി ചുരം ഉപയോഗിച്ചാൽ മതി. ഏത് ചുരം ഉപയോഗിച്ചാൽ? പേരമ്പാടി ചുരം. ഇനിയുണ്ട് ആലുവാമൊഴി ചുരം. അത് തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നു. കൂട്ടുകാരെ, പേരമ്പാടി ചുരം നമുക്കൊന്നുകൂടെ കണ്ടാലോ? പേരമ്പാടി. പാൽച്ചുരം കണ്ണൂരിനെ വയനാടുമായി, പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ പേരമ്പാടി ചുരം ബന്ദിപ്പൂരിനടുത്തുള്ളത് അത് കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നതോ? അപ്പോഴോ ആലുവാമൊഴി ചുരമോ? ആലുവാമൊഴി ചുരം, ആലുവാപ്പുഴയല്ല, ആലുവാമൊഴി അത് തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നാടുകാണിച്ചുരമോ? അത് മലപ്പുറം ജില്ലയില്. നാടുകാണിച്ചുരമോ അത് മലപ്പുറത്ത്. അത് മലപ്പുറത്ത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ വിശാലമായി നമ്മൾ ഒരു ആദ്യത്തെ ക്ലാസ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തത് കേരളത്തിലെ നദികൾ, കേരളത്തിലെ കോൾ നിലങ്ങൾ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ കേരളം സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ രേഖകൾ പറഞ്ഞേ. 8-17 അക്ഷാംശരേഖ എന്താണെന്ന് ആദ്യം പറ. ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ തിരശ്ചീനമായി നാം വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ, അല്ലേ? ഇനി ഭൂമി എന്ന ഗോളം നാം വരയ്ക്കുമ്പോൾ ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖ, ഇതിന് മുകളിലാണ് ഉത്തരാർദ്ധഗോളം, അല്ലേ? ഉത്തരാർദ്ധഗോളത്തിൽ വരയ്ക്കുന്ന അക്ഷാംശ രേഖകളെല്ലാം തന്നെ ഉത്തര അക്ഷാംശ രേഖകളാണ്, അഥവാ വടക്കൻ അക്ഷാംശ രേഖകളാണ്. താഴെ ദക്ഷിണാർദ്ധഗോളത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ തെക്കൻ അക്ഷാംശ രേഖകളാണ്, അഥവാ ദക്ഷിണ അക്ഷാംശ രേഖകളാണ്. ഓക്കെ, കേരളവും ഇന്ത്യയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഈ ഭാഗത്താണ് കേരളവും ഇന്ത്യയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖകൾ വടക്കൻ അക്ഷാംശ രേഖകളാണ്. അപ്പൊ കേരളം സ്ഥിതി ചെയ്യുന്ന 2 അക്ഷാംശ രേഖകൾ പറ. 8 ഡിഗ്രി 17 മിനിറ്റ് അക്ഷാംശ രേഖയ്ക്കും 12 ഡിഗ്രി 47 മിനിറ്റ് അക്ഷാംശ രേഖയ്ക്കും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൽ കേരളത്തിന്റെ തെക്കേ അറ്റം ഏതെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി. കേരളത്തിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ 8 ഡിഗ്രി. കേരളത്തിന്റെ വടക്കേറ്റം ചോദിച്ചാൽ 12 ഡിഗ്രി അക്ഷാംശ രേഖ. ഓക്കെ, സെറ്റ്. ഇനി രേഖാംശ രേഖ എന്താണ് നമ്മൾ പറഞ്ഞു? ഭൂമി എന്ന ഗോളം, ആ ഗോളത്തിന് കുറുകെ എന്താണ് നമ്മൾ ലംബമായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണെന്ത്? രേഖാംശ രേഖകൾ. ഇതിൽ കൃത്യം നടുക്കൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ 0 ഡിഗ്രി രേഖാംശ രേഖ എന്നൊക്കെ വിളിക്കുന്നത്.
0 രേഖാംശ രേഖയ്ക്ക് വലതുഭാഗത്തുള്ളതിനെ പൂർവാർദ്ധഗോളം എന്ന് വിളിക്കുന്നു. പൂർവാർദ്ധഗോളം. ഇന്ത്യ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകളെല്ലാം തന്നെ എന്താണ്? പൂർവ്വ രേഖാംശ രേഖകളാണ്, അഥവാ കിഴക്കൻ രേഖാംശ രേഖകളാണ്, അഥവാ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖകൾ, അഥവാ കേരളത്തിന്റെ 2 പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ, കേരളത്തിന്റെ കിഴക്കേയറ്റവും പടിഞ്ഞാറേയറ്റവും. കിഴക്കേയറ്റം ചോദിച്ചാൽ 77 ഡിഗ്രി 27 മിനിറ്റ്. കേരളം എന്താ ഇങ്ങനെയല്ലേ കിടക്കണേ? ഇങ്ങനെയല്ലേ? അപ്പൊ കേരളത്തിന്റെ കിഴക്കേയറ്റം 77 ഡിഗ്രി 27 മിനിറ്റ് പൂർവ്വ രേഖാംശ രേഖയാണ്. കേരളത്തിന്റെ പടിഞ്ഞാററ്റത്തെ രേഖാംശ രേഖ ചോദിച്ചാൽ ഇത് പറഞ്ഞോണം, 74 ഡിഗ്രി 27 മിനിറ്റ് പൂർവ്വ രേഖാംശ രേഖ. ഇനി ചില രേഖകളിൽ 74 52 എന്നും 77 22 എന്നും കിടപ്പുണ്ട്. അക്ഷാംശ രേഖകൾ അങ്ങനെ തന്നെ 8 18 എന്നും 12 48 എന്നും കിടപ്പുണ്ട്. ഓക്കെ, ഇത്രയും സെറ്റ്. ഇനി കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ, അല്ലെങ്കിൽ 15,005 സ്ക്വയർ മൈൽസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം? 1.18%. അഥവാ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കേരളത്തിന്റെ സ്ഥാനം 21, ജനസംഖ്യയുടെ കാര്യത്തിൽ 13, ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടില്ലേ, കേരളത്തിന്റെ ഈ കിഴക്കേ അറ്റം മുഴുവൻ മലനാടാണ്. മലനാടെന്ന് പറഞ്ഞാൽ ഇതുവഴി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഭൂരൂപമാണ് ഏത്? പശ്ചിമഘട്ടം. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ പശ്ചിമഘട്ടത്തിനും സമുദ്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശത്തിനും ഇടയിലുള്ള ഭൂരൂപമാണ് ഏത്? ഇടനാട്. തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നത് തീരപ്രദേശവും. അപ്പൊ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം, നദികൾ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. കേരളത്തിൽ ആകെ വിസ്തൃതിയുടെ 48%. കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കണ്ടു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂരൂപമാണ് ഏത്? മലനാട്. ഈ പറയുന്നത് പോലെ ഇവിടെ കാണപ്പെടുന്ന മണ്ണ് പർവ്വത മണ്ണാണ്. ഇവിടെ തേയിലം, കാപ്പി, അതുപോലെ തന്നെ നമ്മുടെ ഏലം കൃഷിക്ക് അനുയോജ്യമാണ് പർവ്വത മണ്ണ്. ഇവിടത്തിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നദികൾ ഉത്ഭവിക്കുന്നു. ഒരുപാട് നദികൾ ഉത്ഭവ സ്ഥാനമാണ് ഈ പശ്ചിമഘട്ടം അഥവാ മലനാട്. 48% മലനാടാണ് കേരളത്തിൽ. ഇവിടെ ഈ പശ്ചിമഘട്ടത്തിലെ ഭാഗമായ ഈ മലനിരകളിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ മലനാടിൽ, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ മലനാട്ടിലാണ്, പശ്ചിമഘട്ടത്തിലാണ്, ഇടുക്കി ജില്ലയിലാണ്, ദേവികുളം താലൂക്കിലാണ്, മൂന്നാർ പഞ്ചായത്തിലാണ്. ഉയരം 2695 മീറ്റർ. ആനമല, ഏലമല, വളനിമല എന്നീ 3 മലകൾ സംഗമിക്കുന്നിടത്താണ് ആനമുടി, കൊടുമുടിയുള്ളത്. അതിന് വടക്ക് വശത്ത് നീലഗിരിയാണ്, അഥവാ നമ്മുടെ ഊട്ടിയാണ്. ഓർക്കുക, പശ്ചിമഘട്ടത്തിലെ അഥവാ കേരളത്തിലെ മലനാട്ടിലെ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി മീശപ്പുലി മലയാണ്. അത് ഇടുക്കി ജില്ലയിലാണ്, 2640 മീറ്റർ. ഇനി ചില രേഖകളിൽ അത് അഗസ്ത്യാർകൂടം എന്നും കിടപ്പുണ്ട്, 1868 മീറ്റർ. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന മലനാടിൽ അഥവാ പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് തിരുവനന്തപുരത്ത് അഗസ്ത്യാർകൂടമാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന മലനാട് അഥവാ പശ്ചിമഘട്ട മലനിരകളിൽ കർണാടക കൂർഗ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നിനെ, പ്രാദേശികമായി അവിടെയുള്ള കുന്നിനെ നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മഗിരി കുന്ന് എന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഏകദേശം 300 മുതൽ 600 മീറ്റർ വരെ ഉയരത്തിലുള്ള നിമ്നോന്നത മേഖല, ഉയരം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതുമായ പ്രദേശം, നിരപ്പില്ലാത്തതുമായ പ്രദേശമാണ് ഇടനാട്. ഇടനാടിൻ്റെ കിഴക്കൻ അതിർത്തി എന്ന് പറയുന്നത് മലനാടാണ്, അഥവാ പശ്ചിമഘട്ടമാണ്. പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശമാണ്. ഓക്കെ, ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്, ലാറ്ററൈറ്റ് സോയിലാണ്. വടക്കൻ കേരളത്തിൽ നിങ്ങൾക്കറിയാം ചെങ്കൽ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. അവിടെ ഈ കുന്നിൽ നിന്നും മണ്ണ് കല്ലായി വെട്ടിയെടുത്ത് എന്ത് ചെയ്യുന്നു? ഇഷ്ടിക പോലെ പണിയുന്നു, വീട് പണിയുന്നു, മതിൽ പണിയുന്നു. ഓക്കെ, അവിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2ാമത്തെ ജിയോളജിക്കൽ സ്മാരകം എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് കൂടിയാണ് വർക്കല ക്ലിഫ്. വിസ്തൃതിയിൽ ഇത് 42% വരും. ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. അത് നാളികേര കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ചെങ്കൽ മണ്ണാണ്. ഓക്കെ, ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെ കാണപ്പെടുന്ന മണ്ണാണ്. ഓക്കെ, നെല്ല്, വാഴ, മരിച്ചീനി, കുരുമുളക്, അടയ്ക്ക എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അടുത്തത് ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10% ആണ്. തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിന്റെ മധ്യഭാഗത്താണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് കാണപ്പെടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ
അടുത്തത് കേരളത്തിൻ്റെ വടക്ക് തെക്ക് ദൈർഘ്യം 560, സമുദ്രതിർത്തി 580 എന്നും 590 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. 90 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. തീരപ്രദേശത്ത് പ്രധാനമായും നദികൾ കൊണ്ടുവരുന്ന മട്ടടിഞ്ഞുണ്ടാകുന്ന ഈ എക്കൽ നിക്ഷേപം ഉള്ളതുകൊണ്ട് ഈ എക്കൽ മണ്ണ് ഈ തീരപ്രദേശത്തുണ്ട്. നെൽകൃഷിക്ക് അനുയോജ്യമാണ്. നാളികേരം, എക്കൽ മണ്ണ് എല്ലാ കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ്. ഫലപുഷ്ടി കൂടുതലാണ്. കേരളത്തിൽ താരതമ്യേന എക്കൽ മണ്ണ് കുറവാണ്. കൂടുതലായിട്ടുള്ളത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണും എക്കൽ മണ്ണും ഫലപുഷ്ടിയുടെ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്കൽ മണ്ണിനാണ് ഫലപുഷ്ടി കൂടുതലുള്ളത്, ചെങ്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ഓക്കെ. അടുത്തത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇനി കേരളത്തിൽ 5 ജില്ലകൾക്ക് സമുദ്രാതിർത്തി ഇല്ല: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കേരളത്തിൽ സമുദ്രാതിർത്തി ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴ. സമുദ്രാതിർത്തി ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. സമുദ്രാതിർത്തി ഇല്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ. നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്. ഇനിയും പ്രത്യേകതയുണ്ട്, നമ്മുടെ ചേർത്തല താലൂക്കിന് ഏറ്റവും നീളം കൂടിയ സമുദ്രാതിർത്തി ഉള്ള താലൂക്കാണ് ചേർത്തല താലൂക്ക്. ഓക്കെ, അതും പറഞ്ഞു. ബീച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വർക്കല അല്ലെങ്കിൽ പാപനാശം, ശംഖുമുഖം, കോവളം. കൊല്ലത്ത് പരവൂരും തങ്കശ്ശേരി ബീച്ചും. എറണാകുളത്ത് മുനമ്പം ബീച്ച്. കൂട്ടുകാരെ, കോഴിക്കോടാണെങ്കിൽ കാപ്പാടുണ്ട്, മാറാടുണ്ട്, അതുപോലെ തന്നെ ബേപ്പൂര് ബീച്ചുണ്ട്. ബേക്കൽ ബീച്ച് എന്ന് പറഞ്ഞാൽ അതങ്ങ് ദൂരെ കാസർഗോഡാണ്. കണ്ണൂരാണെങ്കിൽ മുഴപ്പിലങ്ങാടുണ്ട്, നമ്മുടെ വയ്യാമ്പലമുണ്ട്, ധർമ്മടം ബീച്ചുണ്ട്. അപ്പോൾ അതുമെല്ലാം നമ്മൾ പറഞ്ഞു, ബീച്ചുകളും പറഞ്ഞു. പിന്നെ തീരപ്രദേശത്ത് നമ്മൾ നമ്മുടെ ചാകര എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. മൺസൂണിൻ്റെ ആരംഭത്ത് അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ആരംഭത്തോ അവസാനത്തിലോ അറബിക്കടലിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കൻ തീരപ്രദേശത്ത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പ്രത്യേകിച്ച് പുറക്കാട് ബീച്ചിൽ ഇവിടെ ചെളി അളിഞ്ഞുകൂടുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള പോഷക സമൃദ്ധിയുള്ള ഭക്ഷണം തേടിയെത്തുന്ന, കൂട്ടത്തോടെ തേടിയെത്തുന്ന എന്ത് ചെയ്യുന്നു, നമ്മുടെ ചാള, മത്തി, അയല, അതുപോലെ തന്നെ ചെമ്മീൻ എന്നിവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടത്തോടെ ഒരുമിച്ച് പിടിക്കുന്നു. നമ്മൾ ആ പ്രതിഭാസത്തെ ചാകര എന്ന് വിളിക്കുന്നത്. ചാകരയ്ക്ക് പേരുകേട്ട കടപ്പുറം പുറക്കാട് ബീച്ച്, ആലപ്പുഴ. അതും നമ്മൾ പറഞ്ഞു വെച്ചു. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21, 13 ജനസംഖ്യയിൽ, ജനസാന്ദ്രതയിൽ 3. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഓക്കെ. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുന്നത് അറബിക്കടലാണ്. അതും പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് എന്നീ ജില്ലകൾക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തിയില്ല. ഇതിൽ കോട്ടയം ജില്ലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയില്ല, സമുദ്ര അതിർത്തിയുമില്ല. ഓക്കെ. തമിഴ്നാട്, കർണാടക എന്നീ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിന് ഈ പറയുന്ന 2 ജില്ലകളുമായി എന്തുണ്ട്, അതിർത്തിയുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്കിന് അതിർത്തി വരാൻ കാരണം മുത്തങ്ങ എന്ന ഗ്രാമമാണ്. അവിടെയുള്ളൊരു വന്യജീവി സങ്കേതം. അപ്പോൾ വന്യജീവി സങ്കേതമായ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് തമിഴ്നാടും കർണാടകവുമായി അതിർത്തിയുണ്ട്. മുത്തങ്ങ എന്ന ഗ്രാമത്തിന് തമിഴ്നാടും കർണാടകവുമായി അതിർത്തിയുണ്ട്. മുത്തങ്ങ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് താലൂക്ക് ഏതാണ്, സുൽത്താൻ ബത്തേരി താലൂക്ക്. അപ്പോൾ ഇത് 2 അതിർത്തിയുണ്ട്. ഈ മുത്തങ്ങ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കർണാടകവും തമിഴ്നാടുമായിട്ട് എന്തുണ്ട്, അതിർത്തിയുണ്ട്. അടുത്തത് കേരളത്തിൽ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ല അത് കോട്ടയം ജില്ലയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. അഗസ്ത്യാർകുടം തിരുവനന്തപുരം, റോസ്മല കൊല്ലം, ശബരിമല പത്തനംതിട്ട, ആനമുടി മീശപ്പുലിമല, ശിവഗിരിമല എന്നിവ ഇടുക്കി ജില്ലയിൽ, ബാണാസുര വയനാട് ജില്ലയിലാണ്. വീണ്ടും ചെമ്പ്ര വയനാടും ആര്യമ്പ്ര മലപ്പുറത്തുമാണ്. പൈതൽമല, പുരളിമല, ഏഴിമല കണ്ണൂരാണ്. കാസർഗോഡ് റാണിപുരമാണ്. ചുരങ്ങൾ 16 ഉണ്ട്. ഈ പറഞ്ഞതുപോലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നിനും ആലമലയ്ക്കും ഇടയിലാണ് ഈ പറയുന്ന നമ്മുടെ പാലക്കാടൻ ചുരമുള്ളത്. ഉയരം കുറഞ്ഞതും വീതി കൂടിയുമായ പ്രദേശം, പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് ഏത്, ഈ നമ്മുടെ പാലക്കാട് ചുരം എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റ് ഇങ്ങോട്ടേക്ക് കയറുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴമേഘങ്ങൾ, ആ കാറ്റുകൾ, മഴയെ വഹിച്ചു കൊണ്ടുപോകുന്ന കാറ്റുകൾ തമിഴ്നാട്ടിലേക്കും പോകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഇതിലൂടെയാണ് ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അടുത്തത് NH 544 കാര്യം പറഞ്ഞു. NH 544 പോകുന്നത് ഈ നമ്മുടെ ഏത് ചുരം വഴിയാണ്, പാലക്കാട് ചുരം വഴിയാണ്. പാലക്കാട് ചുരം, അതായത് NH 544, പാലക്കാട്, കോയമ്പത്തൂർ, NH 544 ഏത് ചുരം, പാലക്കാട് ചുരം. കോഴിക്കോട്, മൈസൂർ, താമരശ്ശേരി ചുരം വഴി NH 766. പുനലൂർ, ചെങ്കോട്ട, ആര്യങ്കാവ് ചുരം വഴി NH 744. എന്നാൽ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇടുക്കി, മധുരൈ, ബോധിനായിക്കന്നൂർ NH 85. അങ്ങനെ 4 ഹൈവേകളും 4 പ്രധാനപ്പെട്ട ചുരങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. അടുത്തത് കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പോകണമെങ്കിൽ പാലച്ചുരവും, മാനന്തവാടിയിൽ നിന്നും മൈസൂരിലേക്ക് പോകണമെങ്കിൽ പെരിയ ചുരവും,
പാല് പെരിയ പേരമ്പാടി. പാല് പെരിയ പേരമ്പാടി. പേരമ്പാടി ചുരമാണെന്നുണ്ടെങ്കിൽ കണ്ണൂരിനെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരത്തിന്റെ പ്രത്യേകത ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിനടുത്താണ് പേരമ്പാടി ചുരം. ഓർക്കുക, നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ആലുവാമൊഴി ചുരം അത് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായിട്ടാണ്. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.